Hello guys, welcome to Cooking Diaries. ഹായ് ഓൾ, വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ചിക്കൻ പിസ്സയുടെയാണ് കേട്ടോ. ഓവനൊന്നും ഇല്ലെങ്കിലും നമുക്ക് ഫ്രൈ പാനിൽ എങ്ങനെ ടേസ്റ്റി ആയിട്ടുള്ള പിസ്സ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും മിസ്സാവാണ്ടിരിക്കാനായിട്ട് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് തന്നെ കണ്ടു നോക്കുക. കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂടെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ഒരു ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് പിസ്സ ഉണ്ടാക്കി തുടങ്ങാം. ആദ്യം തന്നെ പിസ്സ ബേസ് റെഡിയാക്കാനുള്ള ഡോ കുഴച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 250 ml ഒരു ഗ്ലാസ്സിന് 1 ഗ്ലാസ് മൈദയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്കിതിലേക്ക് 3/4 ടീസ്പൂൺ അളവിൽ ഈസ്റ്റ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ഇൻസ്റ്റൻറ്റ് ഡ്രൈ ഈസ്റ്റാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഡയറക്റ്റ് മൈദയിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കുന്നത്. അല്ലെങ്കിൽ 1/2 ഗ്ലാസ് ചൂടുവെള്ളം എടുത്തിട്ട് അതിൽ നമ്മൾ ഈസ്റ്റ് ഒന്ന് ആക്റ്റീവ് ആകാൻ വേണ്ടിയിട്ട് വെക്കണം. ഇതിപ്പം ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആയതുകൊണ്ട് ഞാൻ ഡയറക്റ്റ് പൊടിയിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ 1/2 ടീസ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. പിന്നെ നമുക്കിതിലേക്ക് ഒറിഗാനോ കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഒറിഗാനോ ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പം സൺഫ്ലവർ ഓയിലോ ഒലീവ് ഓയിലോ ആണ് കേട്ടോ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. വെളിച്ചെണ്ണയൊന്നും ചേർത്ത് കൊടുക്കരുത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ പിന്നെ നമുക്കിത് കുഴച്ചെടുക്കാം. അപ്പം ചപ്പാത്തിക്കൊക്കെ വേണ്ടിയിട്ട് കുഴക്കുന്നതിലേറെ ഒന്നുകൂടെ ലൂസായിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു പിസ്സ ബേസിന് വേണ്ടിയിട്ട് കുഴച്ചെടുക്കേണ്ടത്. അപ്പോൾ അതാ ഞാനിവിടെ കുറച്ച് ചൂടുവെള്ളം എടുത്തിട്ടുണ്ട്. ഇത് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. അപ്പം ചൂടുവെള്ളം ഒരു ഇളം ചൂടുള്ള വെള്ളമാണ് വേണ്ടത്. ചൂട് കൂടി പോവാണ്ടിരിക്കാൻ ശ്രദ്ധിക്കുക. അങ്ങനെ ആ മാവ് നന്നായിട്ട് സോഫ്റ്റ് ആവുന്നത് വരെ കുഴച്ചെടുത്തിട്ടുണ്ട്. കുഴച്ചെടുത്ത മാവ് ഡബിൾ സൈസിലാവുന്നത് വരെ നമുക്ക് പൊങ്ങി കിട്ടണം. ഇനിയിപ്പോൾ നമുക്കിത് പൊങ്ങാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അപ്പം കുഴച്ചെടുത്ത ഇതേ പാത്രത്തിൽ തന്നെയാണ് കേട്ടോ പൊങ്ങാൻ വേണ്ടിയിട്ട് വെക്കുന്നത്. ഈ ഒരു പാത്രത്തിൽ കുറച്ച് സൺഫ്ലവർ ഓയിൽ തേച്ച് കൊടുത്തിട്ട് അതിലാണ് നമ്മൾ ഈ ഒരു ഡോ വെക്കുന്നത്. ഇനി ഒരു മാവിൻ്റെ മുകളിലും ഇതേപോലെ ഡ്രൈ ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ഇത് അടച്ച് വെച്ചിട്ട് മാറ്റി വെക്കാം. അപ്പം ചൂടുള്ള സ്ഥലമൊക്കെ ആണെങ്കിൽ 2 മണിക്കൂറിനുള്ളിൽ തന്നെ നമുക്ക് നന്നായിട്ട് പൊങ്ങി ഡബിൾ സൈസിലായി കിട്ടും കേട്ടോ. തണുപ്പുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ കുറച്ച് കൂടുതൽ ടൈം വേണ്ടി വരും. അപ്പോൾ ഈ ഒരു മാവ് പൊങ്ങി വരുന്ന സമയം കൊണ്ട് നമുക്ക് പിസ്സ സോസ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാന് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. അത് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് ചതച്ച് വെച്ചിട്ടുള്ള വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം 1 ടീസ്പൂൺ അളവിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒന്നുകിൽ ചതച്ചെടുക്കുക അല്ലെങ്കിൽ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്താലും മതി. ഇനിയിപ്പോൾ ഇതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നവരെ മൂപ്പിച്ചെടുക്കുക. വെളുത്തുള്ളിയൊക്കെ മൂത്ത് അതിൻ്റെ ആ ഒരു റോ ടേസ്റ്റൊക്കെ ഒന്ന് മാറി വരുമ്പോൾ നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കുക. മീഡിയം സൈസിലുള്ള ഒരു സവാളയാണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതേപോലെ നന്നായിട്ട് ചെറുതായി കട്ട് ചെയ്തിട്ട് വേണം നമ്മൾ ചേർത്ത് കൊടുക്കാൻ. സോസ് നമുക്ക് 2 രീതിയിൽ ഉണ്ടാക്കിയെടുക്കാം. ഒന്നുകിൽ ഇതേപോലെ വഴറ്റിയെടുത്തിട്ട് ഉണ്ടാക്കിയെടുക്കുക, അല്ലെങ്കിൽ സവാളയും വെളുത്തുള്ളിയും തക്കാളിയും കൂടെ കുക്കറിൽ 1-2 വിസിലിനൊന്ന് വേവിച്ചെടുത്തിട്ട് പിന്നെ ആ തക്കാളിൻ്റെ തൊലി കളഞ്ഞിട്ട് അതേപോലെ എണ്ണയിലിട്ടിട്ട് അങ്ങനെയും ചെയ്തെടുക്കുക. അപ്പം അതിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. നമ്മൾ തൊലിയോട് കൂടി തന്നെ തക്കാളി മിക്സിയിലിട്ടൊന്ന് പേസ്റ്റാക്കി എടുത്തിട്ട് ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അത് സവാളയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് പേസ്റ്റാക്കി വെച്ചിട്ടുള്ള തക്കാളി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ വലിയൊരു തക്കാളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എടുക്കുന്ന തക്കാളി ഇനിയിപ്പം ചെറുതൊക്കെ ആണെങ്കിൽ 2 എണ്ണമൊക്കെ എടുക്കുക. അപ്പം ഇത് നമുക്ക് ഒരു പിസ്സ ഉണ്ടാക്കാനുള്ള സോസ് കറക്റ്റ് അളവാവും. തക്കാളിൻ്റെ തൊലി ഒഴിവാക്കിയിട്ട് ചേർത്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ തക്കാളി കുറച്ച് സമയം ഒന്ന് തിളച്ച വെള്ളത്തിലിട്ട് വെച്ചാൽ മതി കേട്ടോ. നമുക്ക് പെട്ടെന്ന് തന്നെ തൊലി കളഞ്ഞെടുക്കാൻ പറ്റും.
തക്കാളി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ പിന്നെ നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയും പിന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഒറിഗാനോയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇനി നമുക്ക് എരിവുള്ള സോസാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ കാശ്മീരി മുളക് പൊടിക്ക് പകരം എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി. രണ്ടും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് പിന്നെ നമുക്കിതിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് പിന്നെ നമ്മളിതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് പിന്നെ അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ ആ സോസ് നമ്മൾ ചേർത്ത് കൊടുത്ത ആ വെള്ളമൊക്കെ വറ്റി ഈ ഒരു കൺസിസ്റ്റൻസിയിലാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇത് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അപ്പം ഇത് ഇവിടെ ഇരുന്ന് ചൂടാറുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള ബാക്കി ഐറ്റംസൊക്കെ റെഡിയാക്കി എടുക്കാം കേട്ടോ. പിന്നെ ഇതാ ഞാനിവിടെ ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ വാർത്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിലേക്ക് ആദ്യം തന്നെ പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചെടുത്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു നുള്ള് വലിയ ജീരകം പൊടിച്ചതും അതേപോലെ കുറച്ച് ഗരം മസാലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ അളവിൽ കോൺഫ്ലവറും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ചേർത്ത് കൊടുത്ത ഇൻഗ്രീഡിയൻസ് തന്നെ ചേർത്ത് കൊടുക്കണം എന്നില്ല കേട്ടോ. അപ്പം നമുക്ക് ഏത് ഫ്ലേവറിലാണോ വേണ്ടത് അങ്ങനെ ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പം ചില്ലി ഫ്ലെക്സും ഒറിഗാനോ ഒക്കെ ചേർത്ത് കൊടുക്കണമെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കുക. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് പിന്നെ ഞാൻ കുറച്ച് സോസേജ് ഇതേപോലെ റൗണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നിർബന്ധമൊന്നുമില്ല കേട്ടോ, കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പം കയ്യിലുണ്ടായതുകൊണ്ട് ചേർത്ത് കൊടുത്തതാണ്. എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് പിന്നെ ഒരു 5-10 മിനിറ്റ് നന്നായിട്ട് മസാലയൊക്കെ പിടിക്കാൻ വേണ്ടി മാറ്റി വെച്ചാൽ പിന്നെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഞാനിവിടെ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാന് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരുപാട് ഓയിൽ ഒഴിച്ചിട്ട് ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ചിക്കന് ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് ഫ്രൈ ആയി കിട്ടും. സോസേജും പെട്ടെന്ന് തന്നെ ഫ്രൈ ആവുന്നതാണല്ലോ. ചിക്കനും സോസേജൊക്കെ ഒരു സൈഡ് ഫ്രൈ ആകുമ്പോൾ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് 2 സൈഡും ഫ്രൈ ചെയ്തെടുക്കുക. ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തുകൊണ്ട് തന്നെ ചിക്കനും സോസേജൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പം ഇത് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇതവിടെ മാറ്റി വെക്കാം. പിന്നെ നമുക്കിതിലേക്ക് വേണ്ട വെജീസൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതവിടെ യെല്ലോ കളറും റെഡ് കളറും ഗ്രീൻ കളറും ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. പിന്നെ ബ്ലാക്ക് ഒലീവ് എടുത്തിട്ടുണ്ട്. ഗ്രീൻ കളർ ക്യാപ്സിക്കം മാത്രമാണ് കയ്യിലുള്ളത് എന്നുണ്ടെങ്കിൽ ഇനിയിപ്പം അത് മാത്രം ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. പിന്നെ എല്ലാ കളറും ആകുമ്പം നമ്മുടെ പിസ്സ കാണാൻ നല്ലൊരു ലുക്ക് ഉണ്ടാവും. അതൊക്കെ റെഡിയാക്കി എടുത്ത സമയം കൊണ്ട് നമ്മുടെ മാവ് ഇവിടെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇവിടെ ഇപ്പം നല്ല ചൂടായതുകൊണ്ട് തന്നെ എനിക്കതൊരു 1.5 മണിക്കൂറിനുള്ളിൽ തന്നെ നന്നായിട്ട് പൊങ്ങി ഡബിൾ സൈസായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ നിൽക്കുന്ന സ്ഥലത്തെ ചൂടിനനുസരിച്ചിട്ടായിരിക്കും. തണുപ്പുള്ള സ്ഥലത്താണെങ്കിൽ കുറച്ച് കൂടുതൽ ഇപ്പോൾ 2-3 മണിക്കൂറൊക്കെ വേണ്ടി വരും. നന്നായിട്ട് പൊങ്ങി വന്ന മാവ് ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അതിനുള്ളിൽ എയർ ബബിൾസൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ പിസ്സക്ക് വേണ്ടിയിട്ടുള്ള ബേസും ഫില്ലിങ്സും ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് പിസ്സ സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഓവനിലൊന്നുമല്ല കേട്ടോ സെറ്റ് ചെയ്തെടുക്കുന്നത്, നമ്മുടെ സാധാ ദോശ ഉണ്ടാക്കുന്ന പാനിലാണ്. അപ്പോൾ അതാ ഒരു പാന് സ്റ്റൗവിൽ വെച്ചിട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓയിൽ ഒരുപാടാവരുത് കേട്ടോ, കുറച്ച് മാത്രം മതി. നമ്മുടെ ആ ഒരു പിസ്സ ബേസ് ഒന്നിങ്ങനെ വിട്ട് വരാൻ വേണ്ടിയിട്ട് മാത്രമാണ്. പാനിൽ ഫുള്ളായിട്ട് ഓയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പിസ്സ ബേസ് പരത്തി കൊടുക്കാം കേട്ടോ. അപ്പം ഒന്നുകിൽ നമുക്ക് ചപ്പാത്തി റോളർ വെച്ചിട്ട് പരത്തിയിട്ട് പിന്നെ ചട്ടിയിൽ വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ ഇതേപോലെ നമ്മുടെ ആ ഒരു മാവ് പാനിൽ വെച്ചിട്ട് ഇതേപോലെ കൈകൊണ്ട് നന്നായിട്ട് പരത്തിയെടുത്താലും മതി. അപ്പോൾ അത് നന്നായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കൊരു ഫോർക്ക് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ഹോൾസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് ഒരുപാട് ഓവറായിട്ട് മാവ് പൊങ്ങി വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്.
ഹോൾസ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ഒരു പിസ്സ ബേസിന് മുകളിലായിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള പിസ്സ സോസ് ചേർത്ത് കൊടുക്കുക. അപ്പം ഞാനിപ്പം നമ്മൾ ഉണ്ടാക്കിയ വലിയൊരു തക്കാളി വെച്ചിട്ടുണ്ടാക്കിയ പിസ്സ സോസ് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം കുറച്ച് മതി എന്നുണ്ടെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എത്ര വേണോ അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ സോസ് കുറച്ച് അധികം തന്നെ ചേർത്ത് കൊടുക്കുമ്പോഴാണ് പിസ്സ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ തന്നെ പിസ്സ സോസ് ചേർത്ത് കൊടുക്കുക. സോസ് ഇതേപോലെ മുഴുവനായിട്ട് ചേർത്താൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ചീസാണ്. അപ്പോൾ ഞാനിവിടെ മൊസറല്ല ചീസാണ് എടുത്തിട്ടുള്ളത്. അപ്പം പിസ്സക്ക് വേണ്ടിയിട്ട് നമ്മൾ ചീസ് സെലക്ട് ചെയ്യുമ്പം എപ്പോഴും നല്ല ക്വാളിറ്റി ഉള്ള ചീസ് തന്നെ സെലക്ട് ചെയ്യുക കേട്ടോ. അപ്പം അതേപോലെ കുറച്ചധികം തന്നെ മുകളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ലാസ്റ്റ് നമ്മൾ പിസ്സ കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് ചീസ് ഇങ്ങനെ വരിഞ്ഞ് വരണം എന്നുണ്ടെങ്കിൽ ചീസ് ഈ ഒരു സമയത്ത് കുറച്ചധികം തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ചീസ് മുഴുവനായിട്ട് ഫില്ല് ചെയ്ത് ഇട്ട് കൊടുത്താൽ പിന്നെ നമുക്കിതിൻ്റെ മുകളിൽ ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ 3 കളറിലുള്ള ക്യാപ്സിക്കം നമ്മുടെ കയ്യിൽ ഇല്ലെങ്കിൽ ഗ്രീൻ കളറാണെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു റെഡ് കളറിന് വേണ്ടിയിട്ട് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം കേട്ടോ. തക്കാളിൻ്റെ ഉള്ളിൽ ആ ഒരു പൾപ്പൊക്കെ കളഞ്ഞിട്ട് ഇതേപോലെ നീളത്തിൽ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. ക്യാപ്സിക്കം ചേർത്ത് കൊടുത്തിട്ട് പിന്നെ ഒലീവാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ നമുക്ക് സവാള നീളത്തിൽ കട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ക്യാപ്സിക്കം തന്നെ 3 കളറും ചേർത്ത് കൊടുത്തോണ്ട് ഇനിയിപ്പം സവാള ഒന്നും ചേർക്കണില്ല. ക്യാപ്സിക്കവും ഒലീവും ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സോസേജും ചിക്കൻ പീസും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത്രയും ഐറ്റംസ് ചേർത്ത് കൊടുത്താൽ പിന്നെ നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ചീസും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം നമ്മൾ ഈ ചേർത്ത് കൊടുത്ത വെജീസും ചിക്കനൊക്കെ കവർ ആവാത്ത രീതിയിൽ വേണം നമ്മൾ ചീസ് പിന്നെ ചേർത്ത് കൊടുക്കാൻ. പിന്നെ ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഒറിഗാനോ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ചില്ലി ഫ്ലെക്സും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതാ നമ്മുടെ പിസ്സ ഇവിടെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കണം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഓവനിലൊന്നുമല്ല ഇത് ബേക്ക് ചെയ്തെടുക്കുന്നത്, ഗ്യാസ് സ്റ്റോപ്പിലാണ്. ഗ്യാസ് സ്റ്റോപ്പിൽ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വെച്ചാൽ നമുക്കൊരു 10 മിനിറ്റ് കൊണ്ട് ഇത് ബേക്കായി കിട്ടും. അപ്പം ഞാൻ ഉപയോഗിക്കുന്ന ഈ ഒരു സ്റ്റൗ നമുക്ക് നന്നായിട്ട് ഫ്ലെയിം കുറച്ച് വെക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അതുകൊണ്ട് വേറെ പാനൊന്നും വെക്കണില്ല. ഇനിയിപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിലാക്കിയാലും കുറച്ചധികം ഫ്ലെയിം ഉണ്ടെങ്കിൽ നമുക്ക് വേറെ പഴയൊരു പാന് വെച്ചിട്ട് അത് നന്നായി ചൂടായിട്ട് അതിൻ്റെ മുകളിൽ ഈ ഒരു പിസ്സ സെറ്റ് ചെയ്തിട്ടുള്ള പാന് വെക്കാം കേട്ടോ. അപ്പോൾ അതാ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ പിസ്സ ബേക്കായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മുകളിലെ ചീസൊക്കെ മെൽറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബേക്ക് ചെയ്യാൻ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കഴിയുമ്പം ഒന്ന് നോക്കുക കേട്ടോ. അപ്പോൾ 10 മിനിറ്റ് കൂടുതലൊക്കെ ചിലപ്പം ഒരുപാട് സമയം പിസ്സ ബേസ് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പം ഹാർഡാവും. അപ്പം കറക്റ്റ് ടൈം കുക്ക് ചെയ്തെടുത്താലാണ് നമുക്ക് ആ ഒരു പിസ്സ ബേസ് സോഫ്റ്റ് ആയിട്ട് കിട്ടുക. അപ്പോൾ അതാ നമ്മുടെ പിസ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് വേറൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റിയിട്ട് കട്ട് ചെയ്തെടുക്കാം. പിന്നെ ഓവനില്ല എന്ന് വിചാരിച്ചിട്ട് പിസ്സ ഉണ്ടാക്കാണ്ടിരിക്കണ്ട കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു പിസ്സ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ട്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം. കൂടെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ നമ്മുടെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾ ഇതുവരെ നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി പുതിയ റെസിപ്പീസുമായിട്ട് വീണ്ടും വരാം. താങ്ക്